ഹേ വാട്ട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ അതെ നമ്മൾ വീണ്ടും നമ്മുടെ 2 MTB ആയിട്ടൊരു ഇടുക്കി റൈഡാട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏതാ ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ കാളിയാറാണ്. കാളിയാർ പുഴയാണ് ഇത് താഴത്തോടെ ഒഴുകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാളിയാർ ബ്രിഡ്ജാട്ടോ. നമ്മുടെ സ്വന്തം വൈശാ ബ്രോയും കൂടെ ഉണ്ട്. ഹായ് ബ്രോ. ബ്രോയുടെ XC900 നമ്മളതേ സ്റ്റോമിലുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് ബ്രോ ഇന്ന് പോണേ? ഇന്ന് കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ മണ്ണപ്പുറത്തു നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലവും മീനൊളിയം പാറ അങ്ങനെ കുറച്ച് സ്പോട്ടുകൾ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഏതാണ് ബ്രോ? കള്ളിപ്പാറ ഉണ്ടല്ലേ? ആണല്ലേ, ഓക്കെ. അപ്പോൾ കള്ളിപ്പാറ എന്ന് പറഞ്ഞൊരു സ്പോട്ടും ഉണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ നമ്മൾ അവിടെയും കൂടി ഒന്ന് കയറും കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 7:30 നമ്മളൊരു 48 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പം ഇനി ബാക്കി കാഴ്ചകൾ അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ വണ്ണപ്പുറത്തു നിന്ന് നമ്മുടെ റൂട്ടിലേക്ക് തിരിഞ്ഞ് കയറി കേട്ടോ. ചെറിയ ക്ലൈമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വ്യൂ കണ്ടോ, മലയുടെ വ്യൂ. നമ്മൾ ആ മലയാട്ടോ കയറേണ്ട ഗൈസ്. നല്ല അടിപൊളി ക്ലൈമാണ് ഗൈസ്. കൂടാതെ നല്ല അടിപൊളി വെയിൽ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ വണ്ണപ്പുറത്തുനിന്ന് വന്നിട്ട് നേരെ കയറിപ്പോണ വഴി കേട്ടോ. അപ്പോൾ ഇവിടെ മുണ്ടൻമുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇങ്ങനൊരു പള്ളിയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, നല്ല അടിപൊളി വ്യൂ കേട്ടോ. ഈ ഒരു പള്ളിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മലയൊക്കെ വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ ആ മലയുടെ അപ്പുറം കേട്ടോ നമ്മൾ കയറുന്നത്. അതെ, ആ മലയുടെ അപ്പുറം സൈഡാണെന്ന് തോന്നുന്നു നമ്മൾ ചവിട്ടി. പക്ഷെ നല്ല അടിപൊളി വ്യൂ കേട്ടോ. അതെ, ഫുള്ള് സ്റ്റാർ ഇട്ടേക്കുന്നു. രാവിലെ നല്ല രസമായിരുന്നല്ലേ? ശരിയല്ലേ? അപ്പോൾ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കുറേ സ്റ്റാർ കണ്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റാർ തൂക്കിയിട്ടുണ്ട്. അതല്ലാണ്ട് ഇതുപോലെ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ വാർഡിൻ്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അൽഫോൻസ വാർഡെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും വാർഡിൻ്റെ എനിക്ക് തോന്നുന്ന സംഭവം ഒരു കോമ്പറ്റീഷൻ ആയിരുന്നെന്ന് തോന്നുന്നു. അതിൽ സംഭവം കൊള്ളാമല്ലേ? അതെ, ഞാനും പക്ഷേ ഇവിടെ ഇരുന്ന് മാർക്ക് ഇടുമായിരുന്നു. ഫസ്റ്റ് പ്രൈസ് ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്ന മേളിലൊരു അതിന് കൊടുത്തു. സംഭവം നൈസാട്ടോ, നല്ല രസമുണ്ട് കാണാം. പള്ളി, ലൊക്കേഷൻ, ഈ സ്റ്റാർ എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്ന വഴി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ടാണ് ശരിക്കും കാറ്റാടിക്കടവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷനാണ് കള്ളിപ്പാറ എന്ന് പറയുന്നത്. ഇതാണ് കള്ളിപ്പാറ വ്യൂ പോയിൻ്റ്. കണ്ടോ, നല്ല ഇടുക്കം വ്യൂ കേട്ടോ. ഇപ്പോഴും ചെറിയൊരു മഞ്ഞിൻ്റെ എഫക്റ്റ് അല്ലേ? അങ്ങ് ദൂരെയൊക്കെ നോക്കി അറിയാം, മലനിരകളുണ്ട്, പക്ഷേ നമുക്ക് കാണത്തില്ല ശരിക്കും. അപ്പോൾ രാവിലെയൊക്കെ നല്ല സ്പോട്ട് കേട്ടോ. അപ്പോൾ സംഭവം ചെറിയൊരു സ്പോട്ടാണ് കള്ളിപ്പാറ വ്യൂ പോയിൻ്റ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്ന് പ്രതീക്ഷിച്ച് വന്നതാണ്. നല്ല സ്പോട്ടിലാണ് കട ഇരിക്കുന്നത്. പക്ഷേ ഇതോ കട അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതേ ജസ്റ്റ് നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ നിർത്തി ജസ്റ്റ് ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ബാക്കി റൈഡ് പിടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കാറ്റാടിക്കടവ് വരുന്ന താഴത്താട്ടോ. അപ്പോൾ നമ്മളതേ ഇങ്ങനെ ചവിട്ടി മേളി വന്ന് എന്നാന്ന് വെച്ചിട്ട് ഇങ്ങനെ കട നോക്കി വന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ചേച്ചി ചായ എടുക്കുന്നുണ്ട്. രാവിലത്തെ ചൂട് ബോളിയും ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും കള്ളിപ്പാറയാണ് സ്ഥലം. തെരേസ നഗർ കള്ളിപ്പാറ. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, 2 കള്ളിപ്പാറയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇടുക്കി സൈഡിൽ, അതായത് നമ്മുടെ എന്താ പറയുക, നീലക്കുറിഞ്ഞൊക്കെ പൂത്തൊരു കള്ളിപ്പാറ, പിന്നെ ഇത് ചെറിയൊരു കള്ളിപ്പാറ. അപ്പോൾ നമ്മൾ ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പോകുമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ ക്ലൈംബ് ചെയ്ത് വന്നു കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിനി നേരെ നമ്മുടെ കാറ്റാടിക്കടവിലേക്ക് കയറും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിയൊന്നും ഇപ്പോൾ അങ്ങനെ കയറാത്ത സ്ഥലമാണ്. പക്ഷെ നമ്മൾ സൈക്കിളായതുകൊണ്ട് നമുക്ക് കയറ്റിക്കൊണ്ട് പോകാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ അറ്റമാണ് ഊരിപ്പോയത്. ഇത് ടൈറ്റ് വെച്ചാലും കുറേ നമ്മൾ ഈ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ഇറങ്ങി പോരും. അതങ്ങനെ. അല്ല തിരിച്ചല്ലേ ബ്രോ? ഇങ്ങനെയാണോ? അങ്ങനെ തന്നെ. ശരി, ഓക്കെ ഓക്കെ.
അങ്ങനത്തെ നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റാടിക്കടവിലേക്കുള്ള എൻട്രി. അപ്പോൾ ഇവിടെ എന്താണെങ്കിലും നമുക്ക് ചവിട്ടി കയറിപ്പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ ഒരു പോർഷൻ തള്ളി അവിടെ വരെ കയറ്റിയിട്ട് അവിടെ നിന്ന് വഴി അനുസരിച്ച് നോക്കാം. പക്ഷേ ഇത് കോൺക്രീറ്റ് ചെയ്ത വഴിയാണല്ലോ ബ്രോ. ആ അതെ, ഇവിടെ കോൺക്രീറ്റ് ചെയ്തേക്കുന്നു. അത് ശരി. ഇതിപ്പം കോമഡി ആയെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ഓഫ് റോഡ് ഡൗൺ ഹില്ലൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ഇത് കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. കുറച്ചിലും ഓഫ് റോഡ് കാണുമായിരിക്കും, നോക്കട്ടെ. എൻ്റെ മോനെ, ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച ഓഫ് റോഡ്. ഇത് നമുക്കിതിലെ സ്ലോ ആയിട്ടേ ഇറങ്ങി വരാന്നേ ഉള്ളല്ലേ, സ്പീഡിൽ പോകാൻ പറ്റിയല്ല. ഇല്ലേ നമുക്ക് ഫുൾ സസ്പെൻഷൻ, ഇല്ലേ ഫുൾ സസ്പെൻഷൻ വണ്ടിയൊക്കെ ഉണ്ടേ കുഴപ്പമില്ല. അതെ അതെ, കൊള്ളാലോ. ചെറിയൊരു കല്ല് ഇത് വേണോ? ആ ഇത് കൊള്ളാട്ടോ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത കൂട്ട് ഓഫ് റോഡല്ലേ, ഇത് നല്ല സ്റ്റീപ്പാണല്ലേ. ആ ഇപ്പോൾ ഒരു തണലൊക്കെ അല്ലേ. അപ്പോൾ ഇത് ഗായ്സ് നമ്മളിത് ഇങ്ങനെ കയറി വരുമ്പോൾ ഇടയ്ക്ക് കാണുന്ന ഈ ഒരു ദൂരെ കാണുന്ന ലൊക്കേഷനാണ് മീനൊളിയം പാറ. അതായത് ഒരു മീൻ ഒളിച്ചിരിക്കുന്ന ഒരു ചെറിയ ഷേപ്പുണ്ട്, അതുകൊണ്ടാട്ടോ അതിന് അങ്ങനെ ഒരു പേര് വന്നേ. നമ്മുടെ മീനിൻ്റെ മുകളിലെ ഒരു ചെറിയൊരു ചിറകില്ലേ, അതുപോലെ കണ്ടോ, അതിൻ്റെ മുകളിലൊരു ചെറിയൊരു കാട് പോലെ ഒരു കുറച്ച് പോർഷനൊക്കെ ഉണ്ടേ, നൈസാണ്. പക്ഷെ ഇപ്പോഴും അങ്ങോട്ടുള്ള എൻട്രി ഒക്കെ എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ, അറിയില്ല കറക്റ്റ്. ഹെയർപിന്നാണോ? ഹെയർപിൻ. അങ്ങനെ നമ്മുടെ ടോപ്പിലല്ല കുറച്ച് മേളിൽ കയറി നമുക്ക് ഒരു ചെറിയ ഫ്ലാറ്റ് റോഡ്. അതെ, അയ്യോ ബ്രോ, ഇതിപ്പോൾ ഏത് വഴി? ആ ഇത് തന്നെ ആയിരിക്കും അല്ലേ. ഓ കറങ്ങുക. കറങ്ങും. തണുപ്പുണ്ടല്ലേ ബ്രോ? അതെ, ഓ ഇത് കറങ്ങത്തെ ഉള്ളല്ലേ. ആ കുഴപ്പമില്ല. വീല് സ്പിന്നാവുന്നുണ്ട്. പോട്ടെ. അയ്യോ തന്നെ ആ വേറെ കയറിയിട്ട് ഇതിന് ഇറക്കാണോ? നമ്മൾ വീട്ടിലേക്കാണോ പോണേ? ഇതിന് ബ്രോ വീടാണോ? ഓ പൊള്ളി വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ. ആ ഓക്കെ, ഇതാണ് കുറച്ച് കാടായെന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് കുറച്ച് ഭാഗമൊക്കെ കാടായെന്ന് പറഞ്ഞു. വേര്
നമ്മൾ പ്രഷർ കുറച്ചില്ലല്ലോ, അതിൻ്റെ ഒരു ചാട്ടാണ്. ഇറങ്ങി വരുമ്പോൾ എന്താണെങ്കിലും പകുതിയാക്കും. അതെ എൻ്റെ പൊന്നെ, വ്യൂ. അതെ അതെ, അതെ അതെ. അതെ, വഴി ഇങ്ങനെ കിടക്കുന്നു. ഓ ശരി ശരി. ഓ, അത്ര സ്ഥലം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മൾ ചവിട്ടി കയറി കൊണ്ട നിർത്തിയേക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴി കണ്ടോ, വഴിയാണെന്ന്. ആ, അത് കൊള്ളാം. അതെ, ഏയ് കുഴപ്പമില്ല. വിഷയാണോ? ചുമന്ന് കയറ്റുകയാണ്. ഇതാണ് വഴി. അങ്ങനെ നമ്മൾ ചവിട്ടി കയറുന്ന ഒരു സ്ഥലമൊക്കെ കഴിഞ്ഞു. ഇനി ഇതേ എല്ലാം ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. ആണല്ലേ? ഏകദേശം ടോപ്പ് എത്താറായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെയുള്ള വ്യൂ ഒക്കെ ഉണ്ടോ? അപ്പോൾ അതേ കാര്യം പറഞ്ഞാൽ വെയിലുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ കാറ്റ്. അവിടെയൊക്കെ നിൽക്കുമ്പോൾ അതിന് നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കുള്ള വ്യൂ പോയിൻ്റ് ഇതല്ല, അപ്പുറം ഉണ്ട്. അപ്പുറം ഒരു ചെറിയൊരു ബാരിക്കേഡൊക്കെ പോലെ വെച്ചിട്ടുണ്ട്. അതാട്ടോ ശരിക്കുള്ള വ്യൂ പോയിൻ്റ്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സൈഡിലൂടെ കയറി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുന്നത്, കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള സ്ഥലമാണ്. ഇനിയിപ്പം മഴയൊന്നുമില്ല, അതുകൊണ്ട് തെന്നിയൊന്നും കിടക്കുന്നില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇത് നല്ല റിസ്ക്കാണ് ഇല്ല സ്ഥലമൊക്കെ. അതുകൊണ്ട് അതാണ് ശരിക്കുള്ള ലൊക്കേഷൻ ബ്രോ. അതാണ് വ്യൂ പോയിൻ്റ്. ബാരിക്കടയൊക്കെ വന്നിട്ട് അപ്പോൾ ആ ഒരു പാറ ഉണ്ടോ, അതിൻ്റെ അടിയിൽ സപ്പോർട്ടിനൊന്നുമില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മേളിലായൊരു ഇത് കൊടുത്തേക്കുന്നത്. അടിപൊളി, എന്താണേലും കൊള്ളാം. ചെറിയ വെയിലൊക്കെ ഉണ്ട്, എന്നാലും ചെറുതല്ല, അത്യാവശ്യം നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ അതേ വണ്ടി ജസ്റ്റ് അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ടോപ്പ് ഒരു പോർഷൻ നടന്നിങ്ങി വന്ന കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ ഫൈനൽ സ്പോട്ട്. ഇതാണല്ലോ കാറ്റാടിക്കടവ് വ്യൂ പോയിന്റ്. അതെ, കാറ്റുണ്ടല്ലേ. അത് തൊടുപുഴ സൈഡാണ് ബ്രോ. ഇത് കണ്ടോ ബ്രോ? എന്താണ് ചാടാൻ തോന്നുന്നുണ്ടോ? എടുത്തൊന്ന് ചാടിയാലോന്നുണ്ടെന്ന്. അപ്പോൾ ആ കാണുന്നൊരു മലയിലേക്ക് നമുക്ക് ഇതിലെ പണ്ട് പോയൊരു വഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ വന്ന പോലെ തന്നെ ഒരു ചെറിയ വഴി പോലെ, അപ്പം അതിൻ്റെ മണ്ടയിലേക്ക് പോയി കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ താഴെ കാണുന്ന ഒരു ചെറിയൊരു ഗുഹ പോലെ, ഒരു ചെറിയ പൊത്ത് പോലെ. അപ്പം പണ്ട് ആ സൈഡിൽ കൂടെയൊക്കെ എങ്ങനെയാണെന്നറിയത്തില്ല ഇറങ്ങിയൊക്കെ അവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം തിരിച്ചിറങ്ങി പോകുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്നൊക്കെയുള്ളൊരു ആഴം കണ്ടോ, സോ ഡീപ്പ് മാൻ. അപ്പോൾ സംഭവം നല്ല വെയിലാണ്, അപ്പോൾ ഇടയ്ക്ക് നല്ല കാറ്റും വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കാറ്റാടിക്കടവെന്ന് പേര് വന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വഴി പോലെ കാണുന്നുണ്ടോ, ഇതാണ് അങ്ങോട്ട് പോകാനുള്ളത്. ഇപ്പോഴൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നമ്മളിപ്പോൾ പോകണില്ല, കാരണം നല്ല വെയിലാട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ കാട് പിടിച്ച പോലെ. പണ്ട് വന്ന സമയത്ത് ഇവിടെ നിന്ന് ഇത്ര എന്താണ് ഈ കാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല അതുകൂട്ട് പുല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മറ്റേ കാട് പോലെ.
അപ്പോൾ അതെ ഇതിൻ്റെ മേളിൽ നിന്ന് അധികം വെയിൽ ഇനി അടിക്കുന്നില്ല. അപ്പോൾ ഇനി താഴെ ഇറങ്ങി ആ ഒരു ചെറിയ ഗുഹ കാണാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നേരെ വണ്ടി എടുത്ത് തിരിച്ചു പോവാം. അപ്പോൾ അതെ ഈ പറഞ്ഞ മണ്ടയ്ക്കാട്ടോ നമ്മൾ നിന്നേ, അതിൻ്റെ താഴെ നമ്മളെത്തി.